എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് 28 ബുധനാഴ്ച. ഇന്നത്തെ മോശം സെഷനിൽ ബെഞ്ച് മാർക്ക് ഇന്ത്യൻ ഇക്വിറ്റി സൂചികകൾ നെഗറ്റീവ് ടെറിട്ടറിയിലാണ് അവസാനിച്ചത്. 30 സ്റ്റോക്കുള്ള സെൻസെക്സ് 239 പോയിൻ്റ് നെഗറ്റീവിൽ 81,312 അതേപോലെ നിഫ്റ്റി 73 പോയിൻ്റ് നെഗറ്റീവിൽ 24,752 ക്ലോസ് ചെയ്തു. സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 81,613 മുതൽ 81,244 വരെയായിരുന്നു ഇന്നത്തെ ട്രേഡിംഗ് ഡിസ്റ്റൻസ്. മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കുണ്ട്. ഒരു ട്രേഡർക്ക് ആവശ്യമായ എല്ലാ വാർത്തകളും മറ്റ് മാർക്കറ്റ് സംബന്ധമായ എല്ലാ ടിപ്സുകളും ഞങ്ങൾ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇൻഡസ്ഇൻഡ് ബാങ്ക്, അപ്പോളോ ഹോസ്പിറ്റൽസ്, അൾട്രാടെക് സിമൻറ്റ്, ഹിൻഡാൽകോ, നെസ്ലെ ഇന്ത്യ എന്നിവ നിഫ്റ്റി 50യിൽ ഏറ്റവും പിന്നിലായി. ഇന്ന് 1.93 മുതൽ 1.62% റേഞ്ചിലാണ് ഇതൊക്കെ ക്ലോസ് ചെയ്തത്. നേരെ മറിച്ച് HDFC ലൈഫ്, ഭാരതി ഇലക്ട്രോണിക്സ്, ബജാജ് ഫിനാൻസ്, ഹീറോ മോട്ടോകോപ്പ്, ഭാരതി എയർടെൽ എന്നിവ ഇന്ന് 1.51 മുതൽ 0.63% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രോഡർ ഇൻഡെക്സുകളിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് 0.02%, അതുപോലെ സ്മോൾ ക്യാപ്പ് 0.33% പോസിറ്റീവിൽ, സ്ലൈറ്റ്ലി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടറൽ ബേസ് നോക്കുകയാണെങ്കിൽ സെക്ടറൽ ബേസിൽ കൺസ്യൂമർ ഗുഡ്സ്, അതായത് FMCG കമ്പനികളുടെ സ്റ്റോക്കുകൾ ഇന്ന് വളരെയധികം സമ്മർദ്ദത്തിലായിരുന്നു. സെക്ടറൽ സോണിൽ നിഫ്റ്റി FMCG ഇൻഡെക്സ് 1.49% ഇടിവോടെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. അതുപോലെ FMCG ഭീമനായ ITC ആണ് ഇന്ന് 1.17% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ PLC, അതായത് BAT, ഒരു വലിയ ബ്ലോക്ക് ഡീൽ നടത്തിയതിനെ തുടർന്ന് കമ്പനിയിൽ 2.5% സ്റ്റോക്കുകൾ ഇന്ന് സെല്ലിംഗ് ചെയ്തു. അതുവഴി ഇന്ത്യൻ കമ്പനിയിൽ വീറ്റോ പവർ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ഓട്ടോ, മെറ്റൽ, ഫാർമ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഹെൽത്ത് കെയർ എന്നിവ NSEയിലെ മറ്റ് സെക്ടറൽ ഇൻഡെക്സുകളിൽ 0.68% വരെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ, PSU ബാങ്ക് ഇൻഡെക്സുകൾ മാർക്കറ്റ് പ്രവണതയുടെ ഓപ്പോസിറ്റ്. നിഫ്റ്റി മീഡിയ വന്നിട്ട് 1.04%, അതുപോലെ PSU ബാങ്ക് വന്നിട്ട് 0.97% നേട്ടമുണ്ടാക്കുകയാണ് ചെയ്തത്. ഇന്ന് NSEയിൽ ട്രേഡിംഗ് നടന്ന 2,940 സ്റ്റോക്കുകളിൽ 1,462 പോസിറ്റീവിലായപ്പോൾ 1,395 നെഗറ്റീവിലായി. അതുപോലെ 83 മാറ്റമില്ലാതെ തുടർന്നു. ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ 2.79% കുറഞ്ഞ് 18.02 പോയിൻറ്റിൽ ക്ലോസ് ചെയ്തു. നാളെയാണ് മന്ത്ലി എക്സ്പയറി. മന്ത്ലി എക്സ്പയറിക്ക് മുമ്പ് വലിയ തോതിലുള്ള ഒരു റേഞ്ച് ബോണ്ട് ആയിട്ടാണ് തുടർന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി വീണ്ടും ഇന്ന് ഒരു ദിവസം കൂടി കൺസോൾട്ടേഷനിൽ ചെലവഴിച്ചു എന്ന് പറയാം. മണിക്കൂർ ചാർട്ടിലേക്ക്, അവർലി ചാർട്ടിലേക്ക് വരുമ്പോൾ ഇൻഡെക്സ് നിർണായകമായ 21 EMA, 50 EMA എന്നിവയ്ക്ക് താഴെയായി സ്ഥിതി ചെയ്യുകയാണ്. ഇത് സമീപകാലത്ത് ദുർബലമാകുന്ന ആ ഒരു സെൻറ്റിമെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി 24,700 എന്നുള്ള ഈ ഒരു സോണിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടുണ്ട്. ഈ ലെവലിന് താഴെയുള്ള ഒരു സ്ഥിരമായ, അതായത് ഒരു കറക്റ്റായിട്ടുള്ള ഒരു നീക്കം കൂടുതൽ സെല്ലിംഗ് പ്രഷറിന് കാരണമാകും എന്നാണ് വിചാരിക്കുന്നത്. 24,700 എന്നതിലെ ഒരു പുട്ട് റേറ്റിംഗ് ടെക്നിക്കൽ സെറ്റിങ്ങിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഹയർ സോണിൽ നോക്കുകയാണെങ്കിൽ 24,800 എന്ന ഈ ഒരു റേഞ്ചിൽ ശ്രദ്ധേയമായ കോൾ റേറ്റിംഗ് കാണുന്നുണ്ട്. 24,800 മുകളിലുള്ള ആ ഒരു നിർണായകമായ നീക്കം കോൾ റേറ്റേഴ്സിനെ 24,800 കോൾ സൈഡിൽ
അവരുടെ പൊസിഷൻ ഒരു കവർ ചെയ്യാൻ വേണ്ടി അവർ നിർബന്ധിതരാകും. ഇത് മാർക്കറ്റിൽ ആ വരും ദിവസങ്ങളിൽ ഒരു ശക്തമായ റാലിക്ക് സാധ്യത കാണപ്പെടുന്നുണ്ട്. 90 ദിവസത്തെ താൽക്കാലിക ക്ലോസിംഗ് കാലയളവ് അവസാനിച്ചതിന് ശേഷം ഇന്ത്യയും US-ഉം തമ്മിലുള്ള ട്രേഡിംഗ് ഡീലുകളെക്കുറിച്ചുള്ള ആശങ്ക പുറത്തുനിന്നുള്ള ഒരു അപകട സാധ്യത കാണിക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് മേഖലയിൽ മെച്ചപ്പെട്ട മൺസൂൺ പ്രവചനം, അതുപോലെ അനുകൂലമായ പണപ്പെരുപ്പ പ്രതീക്ഷ, ശക്തമായ Q4 GDP-യുടെ പ്രതീക്ഷകൾ എന്നിവ പോലുള്ള പ്രധാന സാമ്പത്തിക സൂചകങ്ങൾ തകർച്ച പോലുള്ള അപകട സാധ്യതകൾ കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിക്കാം. എന്നിരുന്നാലും മാക്രോകൾക്കൊപ്പം വരുമാന കാഴ്ചപ്പാട് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് കരുതുന്നത്. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ, അതായത് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ വാച്ച് ചെയ്യാനുള്ള ചാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് നമുക്ക് ഇന്നലെ ട്രേഡ് ചെയ്യാനുള്ള ആ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഒന്ന് കണ്ണോടിച്ചിട്ട് നമുക്ക് നാളേക്കുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ വാച്ച് ചെയ്യാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്നലെ ആക്റ്റീവ് ആയിട്ടില്ല. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ 55,385 സപ്പോർട്ട് ലെവൽ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 24,958 പിന്നീട് 24,976 വരെ പോവുകയാണ് ചെയ്തത്. ശേഷം നേരെ താഴെ വന്നു. താഴെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഫസ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ ട്രേഡ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നെക്സ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ഒരു റീടെസ്റ്റാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് ടൈം നമുക്ക് ഇതാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോഴേക്കും 12:15 അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് എൻട്രി ഡൗൺ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 140 പോയിൻറ്റിൻ്റെ റാലി ഇന്നലെ നിഫ്റ്റിയിൽ നടന്നിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മൾ തരുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നിങ്ങൾ കൃത്യമായി വാച്ച് ചെയ്ത് ട്രേഡിംഗ് നടത്തുകയാണെങ്കിൽ അത്യാവശ്യം പ്രോഫിറ്റോടുകൂടി ബുക്ക് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നോക്കൂ, ഇന്നലെ ഇവിടെ ഓപ്പൺ ചെയ്തത് 55,455 55,385 നമ്മുടെ സപ്പോർട്ട് ലെവൽ. 55,455 തന്നെ ഓപ്പൺ ചെയ്തുകൊണ്ട് നേരെ പിന്നീട് അല്പം മുകളിലേക്ക് പോയി ഡൗൺ സൈഡ് വന്നു. പക്ഷേ നമുക്ക് ഇവിടെ നിന്നൊന്നും ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം ഈ ക്യാൻഡിലിന് ശേഷം ഇവിടെ ഒരു കൺസോൾട്ടേഷനിലൂടെ പിന്നീട് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. മുകളിലേക്ക് പോയതിന് ശേഷം ഇവിടെ നമ്മുടെ റെസിസ്റ്റൻസ് ലെവലുകൾ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു. എന്നിരുന്നാലും നമ്മൾ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പം എന്താവും, നേരെ ഡൗൺ സൈഡിലേക്ക് വന്നുകൊണ്ട് നമുക്ക് ഇതിൽ അപ്പ് സൈഡിലേക്ക് എൻട്രി ലഭിച്ചിട്ടില്ല, ഡൗൺ സൈഡിലേക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇന്നലെ എൻട്രി ലഭിച്ചിട്ടില്ല. നിഫ്റ്റിയിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റിയിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് സെൻസെക്സിൽ ലഭിക്കും. സെയിം അവസ്ഥ തന്നെയാണ്. ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കൂ, സെൻസെക്സിൽ ഈ ഒരു റേഞ്ച് വരെ 500 പോയിൻറ്റിൻ്റെ റാലി നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റി ഒഴികെ ബാക്കി രണ്ടിലും ആക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്കിനി നാളെ സപ്പോർട്ടായിട്ട് ഈ ഒരു റേഞ്ച് ഈസി ആയിട്ട് നമുക്ക് നാളെ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എടുത്തു പോകാം. 81,120 സെൻസെക്സിൽ. അതുപോലെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ പോകാവുന്നതാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ 81,620 മുകളിൽ. ഓക്കെ, സെൻസെക്സിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ 24,700 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് താഴത്തേക്ക് നാളെ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കുക. 24,700. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് നോക്കാവുന്നതാണ് 24,870. അപ്പോൾ നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കുറച്ചുകൂടെ താഴെ സപ്പോർട്ട് ലെവൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ഒരു റേഞ്ചിലാണ് 55,040. ഓക്കെ, 55,040 സപ്പോർട്ടും റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ച് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, 55,600. അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നാളെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് വാച്ച് ചെയ്യാവുന്നതാണ്.
ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.